PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. നമ്മൾ ഇന്ന് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെയ്ക്ക് നോക്കിയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള എക്സാം ആണ് നടത്താനായിട്ട് പോകുന്നത്. ഇതുവരെ നമ്മൾ തന്നിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ നമ്മൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള അതേ മാതൃകയിലുള്ള ക്വസ്റ്റ്യൻസുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്തേക്കുക. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു തവണ വായിച്ചു പോയതിന് ശേഷമായിരിക്കും അതിൻ്റെ ആൻസേഴ്സ് പറയുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആൻസർ ചെയ്ത് പോവുക. ആലോചിക്കാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ്? ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ വേഗം അതിനുള്ള ഉത്തരം എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രതയുടെ വ്യതിയാനം രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് ഡാഷ്. ഓക്കെ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രതയുടെ വ്യതിയാനം രേഖപ്പെടുത്തുന്ന ഗ്രാഫിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഏതാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഏതാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിൽ വെച്ചാണ്? എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്നുള്ളതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെല്ലാത്തിനും ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിന് അനുസരിച്ച് ഊഷ്മാവിന് എന്ത് സംഭവിക്കുന്നു? ട്രോപ്പോസ്ഫിയറിൽ കേട്ടോ, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അതായത് അത് കൂടുമോ കുറയുമോ, അത് ഒരേ ഊഷ്മാവിൽ തന്നെ തുടരുമോ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏകീകൃത താപനില കാണിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഏകീകൃത താപനില കാണിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഏകീകൃത താപനില കാണിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ്? താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, തെർമോസ്ഫിയറിൽ സംഭവിക്കുന്ന പ്രത്യേക പ്രതിഭാസം എന്താണ്? തെർമോസ്ഫിയറിൽ മാത്രമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം ഉണ്ട്. അത് എന്താണ് എന്നുള്ളതാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് പത്താമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യുക. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ, ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാണ്. അത് വിധേയമായാണ് ഡാഷ് ശിലകൾ രൂപപ്പെടുന്നത്. ഏതോ ഒരു ശിലകൾ രൂപപ്പെടുന്നത് ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്കുണ്ടാവുന്ന ഭൗതികവും രാസപരവുമായ മാറ്റങ്ങൾ കൊണ്ടാണ്. അപ്പം അത് ഏത് ശിലകളാണ് എന്നുള്ളതാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് ഡാഷ് ശിലകൾ രൂപപ്പെടുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ് എന്നിവ ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ്?
ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ് എന്നിവ ഏത് തരം ശിലകൾക്കാണ് ഉദാഹരണം എന്നതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് തരം ശിലകൾ ആണ്? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് തരം ശിലകളാണ് എന്നുള്ളതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം കാണപ്പെടുന്ന ശില ഏതാണ്? ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം കാണപ്പെടുന്ന ശില ഏതാണ് എന്നുള്ളതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരേക്കും PSC ചോദിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, ലോക പർവ്വത ദിനം എന്നാണ്. ലോക പർവ്വത ദിനം എന്നാണ് എന്നുള്ളതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് എന്നുള്ളതാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിലുള്ള ആൻസേഴ്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്തിട്ട് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവുക. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതം ഏതാണ്? ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതത്തിന് ഉദാഹരണം അല്ലെങ്കിൽ അത് ഏതാണ് എന്നുള്ളതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതം ഏത്? ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ് എന്നുള്ളതാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ജിയോതെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രസിദ്ധമായ സ്ഥലം ഏത്? ഇന്ത്യയിൽ ജിയോതെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രസിദ്ധമായ സ്ഥലം അത് ഏതാണ് എന്നുള്ളത് എഴുതുക. ഓക്കെ, ആ സ്ഥലവും എഴുതണം, അതിൻ്റെ സംസ്ഥാനവും എഴുതണം കേട്ടോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ 3ാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയിലെ 3ാമത്തെ ധ്രുവം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളതാണ്. ഗ്ലേസിയറുകളുടെ നാട്. അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്ലേസിയറുകളുടെ നാട് ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, ബാഹ്യ സിലിക്കേറ്റ് എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ബാഹ്യ സിലിക്കേറ്റ് എന്നറിയപ്പെടുന്ന ഭൂമിയുടെ പാളി ഏതാണ് എന്നുള്ളതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് എന്നുള്ളതാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ശിലാമണ്ഡലത്തിനു താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ശിലാമണ്ഡലത്തിനു താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് അകക്കാമ്പിലെ, കേട്ടോ ശ്രദ്ധിക്കണം, അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് 25ാമത്തെ ക്വസ്റ്റ്യൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് എന്നുള്ളതാണ്. ഇനിയെല്ലാം വൻകരകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? 27ാമത്തെ ക്വസ്റ്റ്യൻ, മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏത് വൻകരയാണ്? മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏത് വൻകരയാണ്? ഓക്കെ, ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, വസന്തത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വസന്തത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ വേഗം വായിച്ചു പോകുന്നത്. നിങ്ങൾക്ക് ആലോചിക്കാൻ സമയം വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വെക്കുക. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ഏതാണ് എന്നുള്ളതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്?
അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തതായിട്ട് വായിക്കാൻ പോകുന്ന ആൻസേഴ്സ് കേൾക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതായിരുന്നു. ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ക്ലോഡി ടോളമി ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഭൗമകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ് എന്നുള്ളതിന്റെ ആൻസർ ക്ലോഡി ടോളമി ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രതയുടെ വ്യതിയാനം രേഖപ്പെടുത്തുന്ന ഗ്രാഫ് ഏതാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് കീലിംഗ് കർവ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്ദ്രതയുടെ വ്യതിയാനം രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗം ഏതാണ് എന്നതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും നടക്കുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് എന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവിന് എന്ത് സംഭവിക്കുന്നു എന്നതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ഊഷ്മാവ് കുറയുന്നു. മറ്റുള്ള അന്തരീക്ഷ പാളികളിൽ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾ നോക്കി വെച്ചേക്കണം. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഏകീകൃത താപനില കാണിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് എന്നുള്ളതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏകീകൃത താപനില കാണിക്കുന്നത്. ഓക്കെ, ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, കൊടുങ്കാറ്റ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം ഏതാണ്? താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം മീസോസ്ഫിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ തെർമോസ്ഫിയറിൽ സംഭവിക്കുന്ന പ്രത്യേക പ്രതിഭാസം ഏതാണ് എന്നുള്ളതായിരുന്നു. അതൊരു പ്രകാശ പ്രതിഭാസമായിരുന്നു. അത് ധ്രുവദീപ്തികളാണ്, അറോറാസ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ആരാണ്? അന്തരീക്ഷത്തിലെ ഓസോൺ പാളി കണ്ടുപിടിച്ചത് വേറുള്ള 2 പേരാണ്. പക്ഷെ അതിന് വ്യക്തമായ വിശദീകരണം നൽകിയത് GMB ഡോബ്സൺ ആണ്. GMB ഡോബ്സൺ ആണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളെ കുറിച്ചുള്ള വ്യക്തമായ വിശദീകരണം നൽകിയിരിക്കുന്നത്. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. അപ്പൊ 11ന്റെ ആൻസർ എന്ന് പറയുന്നത് കായാന്തരിത ശിലകൾ എന്നുള്ളതാണ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ് എന്നിവ ഏത് തരം ശിലകൾക്ക് ഉദാഹരണമാണ്? അത് ആഗ്നേയ ശിലകൾക്കാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ് എന്നിവ ഉദാഹരണമായിട്ടുള്ളത്. ഓക്കെ, ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏത് തരം ശിലകളാണ്? അത് ആഗ്നേയ ശിലകളാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം കാണപ്പെടുന്ന ശില ഏതാണ്? ശിലാതൈലം എന്നറിയപ്പെടുന്ന പെട്രോളിയം കാണപ്പെടുന്ന ശില അവസാദ ശിലകളാണ്. ഓക്കെ, പെട്രോളിയം കാണപ്പെടുന്നത് അവസാദ ശിലകളിലാണ്. ഇനി ലോക പർവ്വത ദിനം എന്നാണ്? ലോക പർവ്വത ദിനം ഡിസംബർ 11 ആണ്. ലോക പർവ്വത ദിനം ഡിസംബർ 11. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ആൻഡീസ് പർവ്വതനിരയാണ്. അത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ് ആൻഡീസ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയായിട്ടുള്ള ആൻഡീസ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതത്തിന് ഉദാഹരണം അല്ലെങ്കിൽ അഗ്നിപർവ്വതം ഏതാണ്? ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതം ഏത്? അത് നാർക്കൊണ്ടം ദ്വീപാണ്. ഇന്ത്യയിലെ സുഷുപ്തിയിലാണ്ട അഗ്നിപർവ്വതത്തിന് ഉദാഹരണമുള്ളത് നാർക്കൊണ്ടം ദ്വീപാണ്. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് തമു മാസിഫ്.
ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് തമോ മാസിഫ്. ഇനി ഇന്ത്യയിൽ ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രസിദ്ധമായ സ്ഥലം ഏത്? ഇന്ത്യയിൽ ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രസിദ്ധമായ സ്ഥലമാണ് മണികരൺ, ഹിമാചൽ പ്രദേശ്. ഗെയ്സേഴ്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെയാണ് നമ്മൾ ജിയോ തെർമൽ വൈദ്യുതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ജിയോ തെർമൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രസിദ്ധമായ സ്ഥലമാണ് മണികരൺ, ഹിമാചൽ. ഓക്കെ, ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം സിയാറ്റിൻ ആണ്. ഓക്കെ, ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാറ്റിൻ ആണ്. ഇനി 21, ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നതാണ് അലാസ്ക. ഓക്കെ, അലാസ്കയാണ് ഗ്ലേസിയറുകളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഇനി ബാഹ്യ സിലിക്കേറ്റ് എന്നറിയപ്പെടുന്ന പാളി ഏതാണ്? ബാഹ്യ സിലിക്കേറ്റ് എന്നറിയപ്പെടുന്ന പാളിയാണ് ഭൂവൽക്കം. എർത്ത് ക്രസ്റ്റിനെയാണ് നമ്മൾ ബാഹ്യ സിലിക്കേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ. സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേര് സിമ. എന്തൊക്കെ കൊണ്ടാണ്? സിലിക്കയും മഗ്നീഷ്യവും സിലിക്കയും മഗ്നീഷ്യവുമായിട്ടുള്ള ധാതുക്കൾ ഒരുപാട് കാണുന്നത് കൊണ്ടാണ് സമുദ്ര ഭൂവൽക്കം സിമ എന്നറിയപ്പെടുന്നത്. ഇനി വൻകര ഭൂവൽക്കമോ? സിയാൽ എന്ന് അറിയപ്പെടുന്നു. സിലിക്കയും അലുമിനിയം ധാതുക്കളും ഒരുപാട് കാണുന്നത് കൊണ്ട് വൻകര ഭൂവൽക്കത്തിനെ നമ്മൾ സിയാൽ എന്ന് പറയുന്നു. ഇനി 24, ശിലാമണ്ഡലത്തിനു താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ശിലാമണ്ഡലത്തിനു താഴെയായി, അതായത് ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് നമ്മുടെ ശിലാപദാർത്ഥങ്ങളെല്ലാം ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിലാണ് ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് അകക്കാമ്പിലെ പദാർത്ഥങ്ങൾ സ്ഥിതി ചെയ്യുന്നത്? അത് ഖരാവസ്ഥയിലാണ്. നമ്മൾ പറഞ്ഞിരുന്നു, അതിന് നമ്മളുടെ ബാക്കിയുള്ള എർത്തിന്റെ എല്ലാ ലെയേഴ്സും കൊണ്ട് അകക്കാമ്പിലേക്ക് പ്രഷർ കൊടുക്കും, മർദ്ദം ഒരുപാട് ചെലുത്തുന്നത് കൊണ്ടാണ് അകക്കാമ്പിൽ എന്ത് സ്ഥിതിയിൽ ഇരിക്കുന്നത്? ഖരാവസ്ഥയിൽ പദാർത്ഥങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ 25ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഖരാവസ്ഥ എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ്? ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന വൻകര ഏഷ്യൻ വൻകരയാണ്. ഭൂമിയുടെ ചെറുപതിപ്പ് എന്നറിയപ്പെടുന്ന വൻകര ഏഷ്യ. 27, മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഏത് വൻകരയാണ്? മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെയാണ്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ, വസന്തത്തിന്റെ നാട്. വസന്തത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നാണ് 28ാമത്തെ ക്വസ്റ്റ്യൻ. വസന്തത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ജമൈക്ക ആണ്. അത് തെക്കേ അമേരിക്കൻ രാജ്യമാണ് ജമൈക്ക. ജമൈക്കനെയാണ് നമ്മൾ വസന്തത്തിന്റെ നാട് എന്ന് അറിയപ്പെടുന്നത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ഏതാണ് എന്നുള്ളതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. അത് ബ്രസീലാണ്. ബ്രസീലിലൂടെയാണ് ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രസീൽ എന്നുള്ള രാജ്യത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ് എന്നുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യൻ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സും നോക്കിയിരിക്കുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വളരെ ഡയറക്റ്റും ഈസിയുമായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടിയ മാർക്ക് എത്ര കിട്ടി എന്നുള്ളത് ടെലഗ്രാം ചാനലിൽ ഒന്ന് അറിയിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും ബൈ.